അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവർ എത്ര ഫീസ് അടയ്ക്കണം നോക്കാം. അപ്പൊ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ഡൗട്ട്. അപ്പൊ നമുക്ക് എത്ര സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളൊരു ഡൗട്ട് മക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. വെൽക്കം ബാക്ക് ടു സോ മക്കളെ, നിങ്ങൾ കാത്തിരുന്ന +2 പബ്ലിക് എക്സാമിന്റെയും +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും ടൈം ടേബിൾ അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ടൈം ടേബിൾ ഒക്കെ വന്ന് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചു തുടങ്ങാം അല്ലേ. ടൈം ടേബിൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അത് മാത്രമല്ല, ടൈം ടേബിൾ വളരെ പ്രശ്നമുള്ള ടൈം ടേബിൾ ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അത് മാത്രമല്ല, ഇംപ്രൂവ്മെന്റ് എഴുതുന്നവർക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി വന്നിട്ടുണ്ട്. എത്ര സബ്ജക്ട് ഈ വർഷം എഴുതാം, എത്ര രൂപ ഫീസ് അടയ്ക്കണം, ആ കാര്യങ്ങളെല്ലാം കൂടി അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നോക്കാം അല്ലെ. ഒന്നാമത്തെ പോയിന്റിലേക്ക് മക്കളെ, ഇതാണ് +2കാരുടെ ഇംപ്രൂവ്മെന്റും അതേപോലെ പബ്ലിക് എക്സാമും കണ്ടാൽ നിങ്ങൾക്കറിയാം. 5, 6, 7, 10, 11, 12, 13, 16, 17 ഒരു ഗ്യാപ്പ് പോലും ഇല്ല. പഠിച്ച് വിശ്രമിക്കാൻ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിലാണ് ടൈം ടേബിൾ. 5, 6, 7 ഇങ്ങനെ പോവാണല്ലേ. ആദ്യമേ പറയാനുള്ളത്, എന്താണോ +1കാരുടെ എക്സാം അത് തന്നെയാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം. 1ാം വർഷ ഹയർ സെക്കൻഡറി എക്സാമിനോടൊപ്പം തന്നെയാണ് ഇംപ്രൂവ്മെന്റ് നടക്കുക. സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, +1ന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഇംപ്രൂവ്മെന്റ് വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, അത് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ടഫ് ആയിരിക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷനും വേണ്ട. +1കാർ എഴുതുന്ന എക്സാം ഏതാണോ അത് തന്നെയാണ് +2കാർ ഇംപ്രൂവ്മെന്റ്. അതുകൊണ്ട് തന്നെ +1ന്റെ ആദ്യ എക്സാം തുടങ്ങുന്നത് മാർച്ച് 5-നാണ്. അപ്പൊ പാർട്ട് 1 ഇംഗ്ലീഷ് ആണ് അന്ന് നടക്കുക. അത് ഇംപ്രൂവ് ചെയ്യാൻ ശരിക്കും ഒരുപാട് കുട്ടികൾക്ക് ഇംഗ്ലീഷിന് A+ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പൊ അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 5-ാം തീയതി തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. തൊട്ടടുത്ത ദിവസം +2ന്റെ ഫിസിക്സ് എക്സാം ആണ് നടക്കുന്നത്, അത് മറക്കരുത്. അപ്പൊ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നവർക്ക് അന്ന് ഇംഗ്ലീഷിന്റെ എക്സാം എഴുതിയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമാണല്ലേ +1ന്റെ എക്സാം. രാവിലെ +2ന്റെ എക്സാം നടക്കും പിറ്റേ ദിവസം. 6ഉം 7ഉം 7-ാം തീയതി വീണ്ടും +2ന്റെ എക്സാം ഇംപ്രൂവ്മെന്റ് എക്സാം ആണല്ലേ. +2 എക്സാം ഇംപ്രൂവ്മെന്റ് അല്ല, +2ന്റെ എക്സാം ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പൊ ആദ്യം +1 ഇംപ്രൂവ്മെന്റ് ആണ്, തൊട്ടടുത്ത ദിവസം +2ന്റെ ഫിസിക്സ്, അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ +2 കമ്പ്യൂട്ടർ സയൻസ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ശ്രദ്ധിച്ചിരിക്കുക, അതിന് മുമ്പ് പഠിച്ച് സെറ്റ് ആയിരിക്കുക. ഫിസിക്സ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. ഒരു ഗ്യാപ്പ് പോലും നിങ്ങൾക്ക് കിട്ടില്ല. 7-ാം തീയതി സാറ്റർഡേ കഴിഞ്ഞാൽ പിന്നെ സൺഡേയും മൺഡേയും ഫ്രീ ആണ്. അതിനുശേഷം 10-ാം തീയതി കെമിസ്ട്രി +2ന്റെ കെമിസ്ട്രി എക്സാം നടക്കുകയാണ്. അതായത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആദ്യം തന്നെ തീരുകയാണ്. വലിയ ടോപ്പിക്കും കൂടുതൽ പഠിക്കാനുള്ള എക്സാം സബ്ജക്റ്റുകളൊക്കെ ആദ്യം തന്നെ എക്സാം വരികയാണ്. നിങ്ങൾക്ക് ടൈം ഇല്ല. 10-ാം തീയതി +2ന്റെ എക്സാം കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അതിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. എനിക്കൊന്നും അധികം കുട്ടികൾ അത് ഇംപ്രൂവ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾ എന്നാൽ പോലും 1-2 കുട്ടികളൊക്കെ വളരെ കുറവാണ്. 11-ാം തീയതി ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞാൽ 12-ന് തൊട്ടടുത്ത ദിവസം +2ന്റെ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പൊ തലേ ദിവസം +1ന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ് നടക്കും. അതിനുശേഷം തൊട്ടടുത്ത ദിവസം +2ന്റെ സെക്കൻഡ് ലാംഗ്വേജ്. ഇനി മാർച്ച് 13-ാം തീയതി കെമിസ്ട്രി ആണ്, +1 ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ. +1ന്റെ ഇംപ്രൂവ്മെന്റ് എക്സാം 13-ാം തീയതി. 16-ാം തീയതി +1ന്റെ ബയോളജി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് ബയോളജിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം കാണും. പക്ഷെ ബയോളജിയുടെ ഇംപ്രൂവ്മെന്റ് എക്സാം എഴുതുന്നവർ സൂക്ഷിക്കണം. തൊട്ടടുത്ത ദിവസം 17-ന് മാത്തമാറ്റിക്സിന്റെ എക്സാം, +2ൽ ഏറ്റവും ടഫ് ആകാൻ സാധ്യതയുള്ള മാത്തമാറ്റിക്സിന്റെ എക്സാം വന്ന് നടക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്ട്, +2ൽ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള സബ്ജക്റ്റും മാത്തമാറ്റിക്സ് തന്നെയാണ് ഈ വർഷം എന്ന് ഉറപ്പിച്ച് പറയാം. മക്കളെ, 17-ന്റെ തൊട്ടടുത്ത ദിവസം 18 +1 ഇംപ്രൂവ്മെന്റ് ആണ്, കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാം. റയർ കേസാണ് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യാറില്ല, എന്നാൽ പോലും കുറച്ച് കുട്ടികളെങ്കിലും. പിന്നീട് എക്സാം വരുന്നത് 23-നാണ്. ഫിസിക്സിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. അവിടെയും ഇംപ്രൂവ്മെന്റ് എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കണം. ഫിസിക്സ് എനിക്കൊന്ന് ഒരുപാട് കുട്ടികൾ എഴുതാൻ സാധ്യതയുണ്ട്. പക്ഷെ തൊട്ടടുത്ത ദിവസം +2ന്റെ ബയോളജി എക്സാം 23-ന് ഫിസിക്സിന്റെ ഇംപ്രൂവ്മെന്റ് കഴിഞ്ഞ് വന്നാൽ പിറ്റേ ദിവസം രാവിലെ, അതായത് ഒറ്റ രാത്രി ആയിരിക്കും ബയോളജിക്ക് അവശേഷിക്കുക. നിങ്ങളോട് പറയുന്നത് ടൈം ടേബിൾ എടുത്തു വെച്ചിട്ട് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി പഠിച്ചില്ലെങ്കിൽ പണി കിട്ടും, 100% പണി കിട്ടും എന്നുള്ള ഉറപ്പാണ്. കാരണം അടുത്തടുത്ത ദിവസങ്ങളാണ് എക്സാം വരുന്നത്. റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള സമയമില്ല എന്ന് മനസ്സിലാക്കി വ്യക്തമായിട്ട് പഠിക്കുക അല്ലെ, മുൻപേ പഠിച്ചു വെക്കുക. അതിനുശേഷം 24-ന് ബയോളജി +2 എക്സാം കഴിഞ്ഞാൽ പിന്നെ 27 മാത്തമാറ്റിക്സിന്റെ ഇംപ്രൂവ്മെന്റ് ആണ്. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതാൻ സാധ്യതയുള്ളതാണ്. ബയോളജി ഗ്യാപ്പ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അല്ല, പക്ഷെ 27-ന് ഇംപ്രൂവ്മെന്റ് ഒരുപാട് പേരുണ്ടെങ്കിൽ 28-ന് തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷിന്റെ എക്സാം നടക്കും. +2ന്റെ ഇംഗ്ലീഷ് എക്സാം ആണ്. എനിക്കൊന്ന് ഒരുപാട് കുട്ടികൾക്ക് ലാംഗ്വേജിൽ A+ നഷ്ടപ്പെടാം. ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന സബ്ജക്ട് ഇംഗ്ലീഷ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ
ഒന്നോ രണ്ടോ മാർക്കിനൊക്കെ മാത്സ് ഇംപ്രൂവ്മെന്റ് ഒരുപാട് പേര് കാണും. തൊട്ടടുത്ത ദിവസം +2 എക്സാം ഉണ്ട്, അത് മറക്കരുത്. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ ടൈം ടേബിൾ സെറ്റ് ടേബിൾ ഒട്ടിച്ച് വെക്കല, ടേബിൾ കറക്റ്റ് ആയിട്ട് ഒട്ടിച്ച് വെച്ച് ഇത് കണ്ടു പഠിക്കണം. ഇത് കണ്ടേ പഠിച്ചു. ഇനി ഇംപ്രൂവ്മെന്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ്, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇത്തവണ തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഇയറിന്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു. യെസ്, അതേപോലെ റെഗുലർ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ വിദ്യാർത്ഥികൾ ഒന്നാം വർഷത്തെ +1 പരീക്ഷ എഴുതിയാൽ മാത്രമേ +2 പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് അർഹതയുള്ളൂ, എന്നാൽ മാത്രമേ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. യെസ്, അതേപോലെ ഏതെങ്കിലും 3 വിഷയങ്ങൾക്ക് മാത്രമേ ഇംപ്രൂവ്മെന്റ് പോസിബിൾ ഉള്ളൂ. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ നമ്മൾ പറഞ്ഞു ഡബിൾ ഇവാലുവേഷൻ ഉള്ള സബ്ജക്റ്റുകളാണ്. അപ്പൊ മാക്സിമം +2 +1 അത് സ്കോർ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഒപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ. മാക്സിമം 3 എണ്ണം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് എന്തായാലും സാധിക്കത്തുള്ളൂ. അതേപോലെ 2025 ഫസ്റ്റ് ഇയർ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടു എന്തെങ്കിലും കാരണങ്ങളാൽ എക്സാം എഴുതാൻ സാധിക്കാത്തവർക്ക് ഈ പരീക്ഷയിൽ എല്ലാ വിഷയത്തിനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. എക്സാം എഴുതാൻ എന്തെങ്കിലും അസുഖമോ, അതായത് രജിസ്ട്രേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, പക്ഷേ ചില കാരണങ്ങൾ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ രജിസ്റ്റർ പോലും ചെയ്യില്ലെങ്കിൽ +2 എക്സാം എഴുതാൻ പറ്റില്ല. രജിസ്റ്റർ ചെയ്തിട്ട് എക്സാം എഴുതാൻ പറ്റാഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇത്തവണ എല്ലാം ചെയ്യാം. ബാക്കിയുള്ളവർക്ക് 3 വിഷയമാണ് മാക്സിമം ചെയ്യാൻ പറ്റുന്നത്. 1 ചെയ്യാം, 2 ചെയ്യാം, മാക്സിമം 3 ചെയ്യാം. അതേപോലെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സ്കോറിനൊപ്പം ഗ്രേസ് മാർക്ക് അനുവദിക്കുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരുപാട് കുട്ടികൾ ഗ്രേസ് മാർക്കിന് അർഹതയുള്ളവരുണ്ട്. അപ്പൊ ഇംപ്രൂവ്മെന്റിനോടൊപ്പം ഗ്രേസ് മാർക്ക് അനുവദിക്കില്ല എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ഓർമ്മിച്ചു വെക്കട്ടോ, വലിയൊരു പോയിന്റ് ആണ്. അതിന് ഗ്രേസ് മാർക്ക് ഉണ്ടാവത്തില്ല. അതായത് എക്സാമ്പിൾ പറയാറ്റെ, ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് 50 മാർക്കാണ് കെമിസ്ട്രിക്ക് കിട്ടിയത്, 5 മാർക്ക് ഗ്രേസ് മാർക്കും ചേർത്ത് 55 മാർക്ക് കിട്ടിയെന്ന് കരുതുക. നിങ്ങൾ ഇംപ്രൂവ്മെന്റ് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 52 കിട്ടിയത്. അപ്പോ നിങ്ങൾക്ക് എന്ത് കൺസിഡർ ചെയ്യില്ല? 55 ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ മാർക്ക്. ബെസ്റ്റ് ഓഫ് 2 ആണ് എടുക്കുക. അപ്പൊ ഇംപ്രൂവ്മെന്റ് എഴുതിയാൽ മാർക്ക് നഷ്ടപ്പെടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. 52 + 5 57 എടുക്കൂല എന്നാ പറഞ്ഞത്. 55 മാർക്ക് ആയിരിക്കും കിട്ടുക. അത് സിമ്പിൾ ആയിട്ട് 57 കിട്ടൂല അല്ലേ. അതേപോലെ പറയുന്നുണ്ട്, ഇപ്പൊ 5 മാർക്ക് ഗ്രേസ് മാർക്ക് ഉള്ളവർക്ക് ബാക്കി സബ്ജക്റ്റുകൾക്ക് റീഅലോട്ട് ചെയ്ത് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലർ ചോദിക്കും, എന്നാൽ ഇംപ്രൂവ് ചെയ്യാത്ത സബ്ജക്റ്റുകളിലേക്ക് 5 മാർക്ക് ആഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്യില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഗ്രേസ് മാർക്ക് അനുവദിക്കില്ല, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ബെറ്റർ മാർക്ക് ഏതാണോ, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ മാർക്കാണോ ഇംപ്രൂവ്മെന്റ് കിട്ടിയ മാർക്കാണോ, ഏതാണ് ബെറ്റർ അതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ അല്ലേ. ഒരിക്കലും മാർക്ക് കുറയില്ല, കൂടാനേ ചാൻസ് ഉള്ളൂ അല്ലെ. കൂടി കിട്ടിയാൽ റിസൾട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഫീസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകും അല്ലെ. അപ്പൊ നമുക്ക് ഫീസ് നോക്കാം. +2 പരീക്ഷ മാത്രം എഴുതുന്നവര് 270 ആണ് അടയ്ക്കേണ്ടത്. ഇംപ്രൂവ് ചെയ്യുന്നവര്, ഒറ്റ സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്നവര് 485 ആണ്. 2 സബ്ജക്ട് ഇംപ്രൂവ് ചെയ്യുന്നവര് മൊത്തം 660 660. 3 വിഷയം ഇംപ്രൂവ് ചെയ്യുന്നവര് മൊത്തത്തിൽ 835 രൂപയുമാണ് അടയ്ക്കേണ്ടത്. 17/11/2025 നവംബർ 7 മക്കളെ ലാസ്റ്റ് ഡേറ്റ്. അതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ ഫീസ് അടച്ച് എത്രയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഡേറ്റ് ഓർമ്മിക്കുക, 7/11/2025. ഞാൻ പറഞ്ഞ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ 7/11. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ.